Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, class start ചെയ്യാം കേട്ടോ. Then അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് തുടങ്ങി വെച്ചത് അല്ലെ. വലിയ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഒ പി ഡി എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒ പി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു, ഡോക്ടറെ കണ്ടു, ദെൻ ഫാർമസി പോയി മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ ഒ പി ഡി എന്നത് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഐ പി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അഡ്മിഷൻ ആകുന്ന പേഷ്യൻസ് അല്ലെ. ദെൻ നമ്മളെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഒ പി ഡിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ലാസ്റ്റ് നമുക്കൊന്ന് പറയാം. ദെൻ നമ്മൾ ഓരോ ഏരിയകളിൽ എന്തൊക്കെ വരുന്നു, എക്യുപ്മെന്റ്സുകളും മറ്റും കാര്യങ്ങൾ പറഞ്ഞു. ലാസ്റ്റ് വൺ നമ്മള് ഫങ്ഷൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ, ആണോ? ഫങ്ഷൻസ് വരെ നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, ദെൻ ഞാൻ ചോദിക്കണമെന്ന് കമന്റ് ഒക്കെ ഇടണേ, കമന്റോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി, ഒരു ഒ പി ഡിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണത്? ഏർലി ഡയഗ്നോസിസ്, curative, preventive and rehabilitative care on ambulatory basis, effective treatment on ambulatory basis, screening for admission to hospital, follow-up care and care after discharge, promotion of health by health education, rendering of preventive health care, promotion of health through health education. Okay, ഇത്രയുമാണ് നമ്മള് ഫങ്ഷൻസ് നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. പ്രിവെന്റീവ് മീൻസ് എന്താ? പ്രിവെന്റ് ചെയ്യുക. എന്താ പ്രിവെന്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയാറില്ലേ, പ്രിവെന്റീവ് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക മീൻസ് പ്രതിരോധം അല്ലെ. അതായത് ഹെൽത്ത് ആക്ടിവിറ്റീസിന് പ്രതിരോധം ചെയ്യുന്ന മറ്റു ആക്ടിവിറ്റീസുകൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് വായിച്ചു പോകാം കേട്ടോ. നോക്കാം. വെൽ ബേബി ക്ലിനിക് അല്ലെ, നല്ല രീതിയിലുള്ള ബേബി ക്ലിനിക്കുകൾ. ദെൻ ANC. എന്താണ് ANC? ഓർമ്മയുണ്ടോ? നമ്മള് ഫസ്റ്റ് പോർഷനിൽ ഒരു ANC പറഞ്ഞായിരുന്നു, പ്രഗ്നൻസി കെയറിന്റെ. എന്തായിരുന്നു അത്? ANC ഓർമ്മയുണ്ടോ? ആന്റിനേറ്റൽ കെയറിങ് അല്ലെ. ആന്റിനേറ്റൽ കെയറിങ് ആണ് കേട്ടോ ഈ ANC ഉദ്ദേശിക്കുന്നത്. ആന്റിനേറ്റൽ കെയറിങ്, അതായത് പ്രഗ്നൻസി ടൈമിൽ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ANC പ്രഗ്നൻസി ടൈമില്ല അങ്ങനെയുള്ള കെയറുകള്, ആന്റിനേറ്റൽ കെയറിങ്. മാരേജ് കൗൺസിലിംഗ്. ഇപ്പൊ നമുക്കറിയാം മാരേജിന് മുന്നേ ഒരു മാരേജ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് അല്ലെ. സോ എങ്ങനെയാണ് മാരേജ്, ആ ഒരു എന്താ പറയാ, കുടുംബ ബന്ധത്തിലെ കാര്യങ്ങളും മറ്റും കാര്യങ്ങളൊക്കെയാണ് മാരേജ് കൗൺസിലിംഗിൽ പറയുന്നത്. ദെൻ പ്ലാനഡ് പാരന്റ്ഹുഡ് എക്സെട്ര. പാരന്റ്ഹുഡ് മീൻസ് എന്താണ്? പാരന്റ്ഹുഡ് എന്താ? പാരന്റ്ഹുഡ് എന്ന് പറയുന്നത് പാരന്റ്ഹുഡ് എന്താ? പാരന്റ്ഹുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രക്ഷാകർത്ത അല്ലെ. നമ്മൾ പാരന്റ് എന്ന് പറഞ്ഞാൽ രക്ഷാകർത്താവ്. അപ്പൊ എങ്ങനെയാണ് കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഒരു രക്ഷകർത്താക്കൾ അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാരന്റ്ഹുഡിൽ പറയുന്നത്. ഓക്കെ, ദെൻ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കുകൾ അല്ലെ. സ്കൂളിലെ ഹെൽത്ത് ക്ലിനിക്കുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ദെൻ കൺട്രോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ സാംക്രമിക രോഗങ്ങള് മീൻസ് ഇതുപോലെ സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന അസുഖങ്ങളൊക്കെ ഇല്ല. ഇപ്പൊ ചുമ, കഫക്കെട്ട് അങ്ങനെ തുടങ്ങിയൊക്കെയാണ് ഈ സാംക്രമിക രോഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റൻഷൻ ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, TB എക്സെട്ര. ഇനി ക്രോണിക് ഡിസീസസ് ഏർലി ഡയഗ്നോസിസ്, അതായത് നേരത്തെയുള്ള ഒരു ഡയഗ്നോസിസ് മീൻസ് രോഗനിർണയം അല്ലെ. അതായത് ഇപ്പൊ ക്യാൻസർ, TB തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങള് അല്ലെ, നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് നേരത്തെയുള്ള ഒരു രോഗനിർണയവും കണ്ടെത്തലും. ക്യാൻസറും അങ്ങനെയുള്ള TB ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ക്രോണിക് ഡിസീസസിന് ഒരു എക്സാമ്പിൾ ആണ് ക്യാൻസറും TBയും. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ ആൻഡ് TB. എക്സാമ്പിൾ ചിലപ്പോ നമ്മളോട് കുറച്ച് ഡിസീസസ് ഒക്കെ തന്നിട്ട് ഐഡന്റിഫൈഡ് ക്രോണിക് ഡിസീസസ് ചോദിക്കാം അല്ലെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത് ക്യാൻസർ അല്ലെങ്കിൽ TB നമ്മൾ ക്രോണിക് ഡിസീസസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും?
കയ്യില് കോപ്പി ഉള്ളവരൊക്കെ അണ്ടർലൈൻ ചെയ്തായിരുന്നോ? ചെയ്തോ? നിങ്ങൾ ആരും ഇത് റെസ്പോൺസിൽ എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഉണ്ടോ? ഓക്കെ. നമ്മൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണോട്ടോ. ഒന്ന് തംസഡേ നിങ്ങൾ റെസ്പോണ്ട് ഒക്കെ ചെയ്യണ്ടേ? രാവിലത്തെ പീരീഡ് തന്നെയല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോഴേക്കും പഠിച്ച് എല്ലാവരും ടയേർഡ് ആയോ? ഓക്കെ, നിങ്ങൾ എന്താ പറയാ, ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കട്ടെ എല്ലാവരും. ഓക്കെ, അപ്പൊ വേറൊരു ഡയഗ്നോസിസ്, അതിനുള്ള ക്യാൻസറിനും ടി ബി മറ്റ് അസുഖങ്ങൾക്കുള്ള നേരത്തെ തന്നെ എന്ത് ചെയ്യുക, രോഗനിർണയങ്ങളൊക്കെ നടത്തി കണ്ടുപിടിക്കുക. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ, ആരോഗ്യ വിദ്യാഭ്യാസവും ന്യൂട്രീഷണൽ അഡ്വൈസ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷണൽ പോഷകാഹാരങ്ങൾ എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് നൽകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്, അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഉപദേശങ്ങൾ. റീഹാബിലേഷൻ, പ്രിവെന്റേഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. ഇനി റീഹാബിലേഷൻ മീൻസ് പുനരധിവാസം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്നൊക്കെ അല്ലെ. അപ്പൊ പുനരധിവാസവും പ്രിവെന്റേഷൻ ഓഫ് ഹെൽത്ത് ഡിസീസസ്. എന്തൊരു പ്രിവെന്റേഷൻ മീൻസ് നമ്മൾ പറഞ്ഞു വൈകല്യങ്ങളുടെയും, ഡിസബിലിറ്റി മീൻസ് വൈകല്യങ്ങളുടെയും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രതിരോധം അല്ലെ. ഹാൻഡിക്യാപ്പ് മീൻസ് വൈകല്യങ്ങൾ തന്നെയാണ് കേട്ടോ. വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം പ്രതിരോധം. അംഗവൈകല്യം ഹാൻഡിക്യാപ്പ്. ഡിസബിലിറ്റി മീൻസ് വൈകല്യങ്ങൾ, ഇപ്പൊ പഠന വൈകല്യമോ അല്ലെങ്കിൽ എഴുത്തിലുള്ള വൈകല്യമോ അല്ലെങ്കിൽ കണക്കുകൾ കൂട്ടുന്നതിനുള്ള വൈകല്യമോ അങ്ങനെയുള്ളതൊക്കെയാണ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞത് അല്ലെ. നമ്മുടെ ഡിസബിലിറ്റി ലിസ്റ്റിൽ തന്നെ ഒത്തിരി അസുഖങ്ങളുണ്ട്, കുട്ടികളിൽ വരുന്ന വൈകല്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ചില കുട്ടികളിൽ എഴുതാനുള്ള വൈകല്യങ്ങൾ, റൈറ്റിംഗിൽ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലെ. ദെൻ ചില കുട്ടികളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോ ഈ സംഖ്യകളൊക്കെ ഇടയില്ലേ, പ്ലസ് ഇടുന്നിടത്ത് മൈനസ് ആയിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ മൈനസ് ഇടുന്നിടത്ത് പ്ലസ് ആയിരിക്കും, അങ്ങനെ വരുന്നതൊക്കെ. പിന്നെ ചില കുട്ടികളിൽ വായിക്കുന്നതിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവും. അതായത് വായിക്കുമ്പോൾ ചിലപ്പോ നമ്മളിപ്പോ മലയാളത്തിൽ ഡ എന്നുള്ള ഒരു അക്ഷരത്തിന് പകരം ചിലപ്പോ ആള് ദ എന്നുള്ളതായിരിക്കും വായിക്കുന്നത്. സോ അങ്ങനെയുള്ളതൊക്കെയാണ് ഡിസബിലിറ്റിയിൽ വരുന്നത്. നമുക്ക് വൈകല്യങ്ങൾ കുട്ടികളിൽ തന്നെ ഇപ്പോ കണക്ക് കൂട്ടലുകളിൽ, അതായത് മാത്സ് പരമായിട്ടൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയും, ഡിസ്ഗ്രാഫിയ, അങ്ങനെ കുറച്ച് ഡിസബിലിറ്റീസ് ഒക്കെ കുട്ടികളിലൊക്കെ ഉണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടെസ്റ്റ് ഞാൻ പറഞ്ഞതുള്ളൂ. ഓക്കെ, വൈകല്യങ്ങൾ, പുനരധിവാസം, അതൊക്കെയാണ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിൽ വരുന്നത്. കുറച്ച് ആക്ടിവിറ്റീസുകൾ പറഞ്ഞത് മാത്രം കേട്ടോ. നിങ്ങൾ ആ പോയിന്റുകളൊക്കെ ഒന്ന് പഠിക്കുക. ANC എന്ന് പറഞ്ഞാൽ ആന്റിനേറ്റൽ കെയർ കേട്ടോ. അത് പ്രഗ്നൻസി പീരീഡിലെ കെയറുകളും കാര്യങ്ങളൊക്കെ നൽകുന്നതിനെയാണ് ഈ ANC എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ANC ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് റൗണ്ട് ചെയ്തിട്ടോളൂ കേട്ടോ. ANC ചിലപ്പോ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഫുൾ ഫോം ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ നമ്മൾ നോക്കി, ആന്റിനേറ്റൽ കെയർ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് OPD. ഏതൊക്കെ തരത്തിലുള്ള OPDകൾ ഉണ്ടെന്ന് നമ്മൾ ഒരു വാർഡിന്റെ ചാപ്റ്റർ പഠിച്ചപ്പോഴേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാർഡൊക്കെ പഠിച്ചില്ലേ, അതുപോലെ OPDയിലും ഡിഫറെന്റ് ആയിട്ടുള്ള OPD സർവീസസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണത്. 2 type of OP സർവീസ്, മെയിൻ ആയിട്ട് 2 ടൈപ്പുള്ള OP സർവീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സെൻട്രലൈസ്ഡ് മീൻസ് കേന്ദ്രീകൃതം. ഓക്കെ, സെൻട്രലൈസ്ഡ് മീൻസ് കേന്ദ്രീകൃതം. ഓക്കെ, സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ കേന്ദ്രീകൃത, എന്താ പറയാ, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഔട്ട് പേഷ്യന്റ് സർവീസസ്. എന്താണ് നമുക്ക് കേന്ദ്രീകൃതമായിട്ട് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് നോക്കാം കേട്ടോ. All services are provided in a concise area which include all diagnostic and therapeutic facilities are being provided in same place. മീൻസ് നോക്കാം. അതായത് കേന്ദ്രീകൃത ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും ഉദ്ദേശിക്കുന്നത് എല്ലാ സേവനങ്ങളും ഒരു പ്രൊവൈഡഡ് ഇൻ കൺസിസ്റ്റ് മീൻസ് കൺസിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംക്ഷിപ്തമായിരിക്കുന്ന എന്ന് പറയൂലേ, എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന എന്നൊക്കെ ഒരു ഫീലിംഗ് ആണ്, സംക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ എല്ലാ സേവനങ്ങളും സംക്ഷിപ്തമായിരിക്കുന്ന മേഖലയിലാണ് നൽകിയിരിക്കുന്നത്. മീൻസ് എല്ലാവരും ഒരേ സെക്ഷനിലൊക്കെ തന്നെ ആയിരിക്കുന്നത്. which include all diagnostic and therapeutic facilities are being provided in same place. ഒരേ ഏരിയയിൽ തന്നെ ആയിരിക്കും. കൂടുതലായിട്ട് നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ലാബ് അല്ലെ. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും മറ്റു രോഗനിർണയ ഈ ലാബുകളും തെറാപ്റ്റിക് ആയിട്ടുള്ള സേവനങ്ങൾ, രോഗനിർണയങ്ങളും തെറാപ്റ്റിക് മീൻസ് ചികിത്സാ സൗകര്യങ്ങളും എല്ലാം തന്നെ ഒറ്റ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് അതായത് നമ്മൾ എല്ലാം സംക്ഷിപ്തമായിരിക്കുന്നത് ഒരേ ഏരിയയിൽ തന്നെയാണെന്ന്.
ഇപ്പൊ രോഗനിർണയവും ദെൻ ചികിത്സാപരമായിട്ടുള്ളത് തെറാപ്റ്റിക് ഒക്കെ വരുന്നത് ചികിത്സാപരമായിട്ടുള്ളത് എല്ലാം ഒരേ ഏരിയയിൽ. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ അവിടെ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഡീസെൻട്രലൈസ്ഡ് എന്താ? ഇപ്പൊ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല് വികേന്ദ്രീകൃതം അല്ലെ, മറ്റേത് കേന്ദ്രീകൃതം. സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃതം, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ വികേന്ദ്രീകൃതം. ഇനി എന്താണ് വികേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. നോക്കാം കേട്ടോ. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് എന്താണ്? ഓരോരോ അതത് വകുപ്പുകളിലാണ് സേവനങ്ങൾ നൽകുന്നത്. മറ്റേത് സെൻട്രലൈസ്ഡ് നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ രോഗനിർണയ ടെസ്റ്റുകളും അല്ലെങ്കിൽ മറ്റും ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഒറ്റ ഇതിൽ തന്നെയായിരിക്കും, ഒറ്റ ഒരു ഫ്ലോറിൽ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും വരുന്നത്. പക്ഷെ ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്നത് ഓരോന്നും ചിലപ്പോ ഒരു സെയിം ഇതിൽ വരുന്നില്ല, പല പല ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആയിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് OP സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. ഇനി രോഗിയുടെ തരം അടിസ്ഥാനമാക്കി, അതായത് രോഗി എങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ ഓരോ രോഗിയുടെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് ജനറൽ ഔട്ട് പേഷ്യന്റ്. എന്താണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് നോക്കാം കേട്ടോ. ജനറൽ ഔട്ട് പേഷ്യന്റിൽ പറയുന്നത് ഓൾ പേഷ്യന്റ് അതർ ദാൻ എമർജൻസീസ് ഹു റിപ്പോർട്ടഡ് ഡയറക്ട്ലി ടു OPD. അല്ലെ, നമുക്കറിയാം എല്ലാ പേഷ്യൻസും ആദ്യം വരുന്നത് എവിടെയാണ്? നമുക്ക് OP-യിലായിരിക്കുമല്ലോ നമ്മൾ ചീട്ടെടുക്കാനും മറ്റും വരുന്നത് OP-യിലാണ്. എമർജൻസി കേസുകൾ ഒഴിച്ച് അല്ലെ, അതായത് എമർജൻസി കേസ് വരുമ്പോ നമ്മൾ പറഞ്ഞില്ലേ, എമർജൻസി കേസ് വരുമ്പോ ആദ്യം ആളവിടെ കൊണ്ടുവന്നിട്ട് OP പോയിട്ട് ചീട്ടെടുക്കാനൊന്നും നിൽക്കില്ല. പ്രോപ്പറായിട്ട് അപ്പൊ തന്നെ ടൈമില് ചികിത്സയൊക്കെ നൽകിയതിനു ശേഷമേ നമ്മൾ ചിലപ്പോ നമ്മൾ വന്ന് OP-യിൽ വന്ന് ചീട്ടും കാര്യങ്ങളൊക്കെ എടുക്കോളും അല്ലെ. പെട്ടെന്ന് തന്നെ ആളെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങണ്ടേ. നമ്മൾ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് OP ചീട്ട് എടുക്കാനോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനോ ഒന്നും ടൈമൊന്നും കിട്ടില്ല അല്ലെ. സോ എമർജൻസി കേസുകൾ ഒഴികെയുള്ള എല്ലാ പേഷ്യൻസുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? OPD-യിലാണ് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല. മാക്സിമം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. റോഡ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊന്നും മാറിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ ഔട്ട് പേഷ്യന്റ് നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാം എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്താണെന്ന്. ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എമർജൻസി ഒഴികെ എല്ലാവരും ബാക്കി നമ്മൾ നോർമലി വരുന്ന പേഷ്യന്റ് ഒക്കെ ആദ്യം വരുന്നത് എവിടെയാണ്? OP-യിൽ വന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് എമർജൻസി ഔട്ട് പേഷ്യന്റ്. എ പേഴ്സൺ ഗിവൻ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യന്റ് ആ സമയത്ത് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് OPD-യിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ ഒരു പേഴ്സൺ അതായത് ഒരു അവസ്ഥയ്ക്ക്, എന്തെങ്കിലും ഒരു അവസ്ഥയ്ക്ക് അടിയന്തിരമായിട്ടുള്ളൊരു വൈദ്യസഹായം മെഡിക്കൽ കെയർ തേടുന്ന ഒരു നൽകിയ ഒരു വ്യക്തിയെയാണ് നമ്മൾ എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എമർജൻസി പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അടിയന്തര സാഹചര്യമായിട്ട് വന്നൊരു പേഷ്യന്റ് ആണ്. അടിയന്തര ഒരു ഒരവസ്ഥയിലാണ് മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടി വന്നൊരു പേഷ്യന്റ് ആണ്. ഓക്കെ, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് നോക്കാം കേട്ടോ. A patient referred to OPD by his practitioner for specific treatment. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റിന് വേണ്ടി OP-യിൽ നിന്നും റെഫർ ചെയ്തിട്ടുള്ള, അതായത് ഒരു നിർദ്ദിഷ്ട ചികിത്സയ്ക്കായിട്ട് ഒരു രോഗി തന്റെ ഒരു പ്രാക്ടീഷണർക്ക് OPD-യിലേക്ക് റെഫർ ചെയ്യുന്നതാണ് ഈ OPD റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിർദ്ദിഷ്ട ചികിത്സയ്ക്ക് വേണ്ടി ഒരു പേഷ്യന്റിന് റെഫേർഡ് ടു OPD ബൈ പ്രാക്ടീഷണർ സ്പെസിഫിക് ട്രീറ്റ്മെന്റിന്, ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രാക്ടീഷണറെ നമ്മൾ സ്പെസിഫിക് OPD-യിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് 3 ടൈപ്പാണ്. ജനറൽ ഔട്ട് പേഷ്യന്റ് ഉണ്ട്, എമർജൻസി ഔട്ട് പേഷ്യന്റും റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് വായിക്കാം. ടൈപ്പ് ഓഫ് OPD, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. ഓക്കെ, അത്രയും നമ്മൾ പറഞ്ഞത് അത്രയും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വായിച്ചു നോക്കാം. ഓരോ പോയിന്റും വായിച്ചു നോക്കിയിട്ട് മീനിങ് ഒക്കെ നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് കാണാം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ANC നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക, ആന്റിനെറ്റൽ കെയറിംഗ്. ഓക്കെ, അതുപോലെ തന്നെ ക്രോണിക് ഡിസീസസ് ഏതൊക്കെയാണ്? ക്യാൻസർ ആൻഡ് TB. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഞാൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ.
ഓക്കെ, വായിച്ചോളൂ കേട്ടോ എല്ലാവരും. ചെറിയ ചെറിയ പോയിന്റുകൾ മാക്സിമം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കാട്ടോ. നമ്മളത് മനസ്സിൽ കയറിക്കോളും, കുഴപ്പമില്ല. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും ഇല്ല. ക്ലാസ് കേട്ട ഓർമ്മയിൽ തന്നെ നിങ്ങൾക്ക് അത് മൈൻഡിലേക്ക് കയറിക്കോളൂ കേട്ടോ. കയ്യിൽ കോപ്പി ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം ഒന്ന് അടയാളപ്പെടുത്താം. ഈ കോപ്പി ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കിൽ ചെറുതായിട്ട് അത് നോട്ട് ചെയ്തിട്ടോളൂ. ദെൻ കോപ്പി എടുക്കുമ്പോൾ അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോളൂ കേട്ടോ. വായിച്ചായിരുന്നോ? കംപ്ലീറ്റ് ആയോ? ദെൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും വായിച്ചല്ലോ. നമ്മൾ ഓരോ പോർഷനും നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം മാനേജീരിയൽ കൺസിഡറേഷൻസ്. മാനേജീരിയൽ കൺസിഡറേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കൺസിഡറേഷൻ മീൻസ് പരിഗണന. മാനേജീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പരിഗണന, അതായത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് പരിഗണന, നമുക്ക് ഏതൊക്കെ ഇവിടെയാണ് പരിഗണന നൽകുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. സിമ്പിൾ ആണ്, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഉള്ളു കേട്ടോ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഭാഗമല്ലേ, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. നോക്കാം, പബ്ലിക് റിലേഷൻ അല്ലെ, അതായത് നമുക്കറിയാം പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക്കിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പുകളും. ദെൻ വാംത്ത്. എന്താ വാംത്ത് മീൻസ്? ഒരു ഊഷ്മളത, നല്ല രീതിയിലുള്ള ഒരു ഇത് അല്ലെ. ഇവിടെ പറയുന്നത് ഊഷ്മളത എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. കേട്ടോ, ഊഷ്മളത. ദെൻ നോക്കാം, റെസ്പെക്ട് അല്ലെ, ഒരു ബഹുമാനം. മിനിമം വെയിറ്റിംഗ്. എങ്ങനെയാണ് മിനിമം വെയിറ്റിംഗ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ? അതായത് ഏറ്റവും കുറഞ്ഞ കാത്തിരിപ്പ്. മീൻസ് അധിക നേരം പേഷ്യന്റിന്റെ വെയിറ്റിംഗ് അങ്ങനെ കാത്തിരിക്കുക, അതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുക. അധികം വെയിറ്റിംഗ് ഒന്നും വരാത്ത രീതിയിൽ. ദെൻ ക്ലീൻലെസ് അല്ലെ, നല്ല രീതിയിലുള്ളൊരു ശുചിത്വം കാര്യങ്ങളൊക്കെ വേണം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ദെൻ ഗുഡ് ആംബിയൻസ്. ആംബിയൻസ് മീൻസ് എന്താണ്? ആംബിയൻസ് നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അവിടെ വേണ്ടത് അല്ലെ. ദെൻ ക്യാൻറ്റീൻ. എല്ലാ ഹോസ്പിറ്റലിലും ക്യാൻറ്റീൻ, അതുമായിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊരു അത്യാവശ്യമാണ് പേഷ്യൻസിനെ സംബന്ധിച്ച്. ചിലപ്പോൾ ദൂരത്തു നിന്നുള്ള പേഷ്യൻസ് ഒക്കെ അഡ്മിറ്റഡ് ആകുമ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. സോ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അല്ലെ. ദെൻ പേഷ്യന്റ് ഹിയറിംഗ്. രോഗിയുടെ കേൾവി. രോഗിയുടെ കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അവിടെ സാറ്റിസ്ഫാക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിന് കേൾക്കാം. അവരുടെ പ്രശ്നങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം അല്ലെ. അവർക്കാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഒരു ഹോസ്പിറ്റലില്. പേഷ്യന്റിനല്ല നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. സോ പേഷ്യന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ടോ, സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ അറിയുക. എന്നിട്ട് എന്താണോ അവരുടെ പ്രശ്നം അതിനെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, വെന്റിലേഷൻസ് സൗകര്യങ്ങളൊക്കെ ക്ലിയർ ആണോ, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണോ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വിൻഡോസിലൊക്കെ നെറ്റ് ഒക്കെ ഇടും അല്ലെ. കൊതുകിന്റെ ശല്യം ഇല്ലാണ്ടിരിക്കാനൊക്കെ നെറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വാട്ടർ സപ്ലൈ അല്ലെ, വാട്ടർ സപ്ലൈ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കുടിവെള്ളവും മറ്റും ടോയ്ലറ്റിലും മറ്റൊക്കെ വാട്ടർ സപ്ലൈ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു നമ്മൾ പേഷ്യൻസിനോട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ദെൻ OPD ടൈമിങ്സ്. OPD ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വേണം ഷെഡ്യൂളുകൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മൾ കൺസിഡറേഷനിൽ വരുന്നത്. മീൻസ് ഒരു പരിഗണന കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് കൂടി നോക്കാം. പബ്ലിക് റിലേഷൻ, respect, minimum waiting, cleanliness, good ambience, canteen, patient hearing, ventilation, water supply, and OPD timings. Okay,
നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും ഇല്ല, അത്യാവശ്യം ഒന്ന് വായിച്ചു വിടുക. ഓക്കെ, എന്തായാലും എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ, സോ നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. നിങ്ങൾ ഡെയിലി മാത്തമാറ്റിക്സ് ഊഷ്മളമായിട്ടുള്ള, അതായത് നല്ലൊരു രീതിയിൽ സംസാരിക്കുക പറയില്ലേ, ഓക്കെ, പെരുമാറ്റം. നമ്മുടെ മാനേജീരിയൽ കൺസ്ട്രക്ഷൻ കൺസിഡറേഷൻ നോക്കി കേട്ടോ. വെന്റിലേഷൻ, വായു സഞ്ചാരം, നമ്മൾ റൂമുകളിലൊക്കെ വെന്റിലേഷൻ ഒക്കെ ചെയ്യില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ വെന്റിലേഷനിൽ ഈ വായു സഞ്ചാരം വരും. അതുപോലെ ഈ ഹോസ്പിറ്റലിലെ ജനലുകളൊക്കെ നെറ്റുകളൊക്കെ ഇടാറുണ്ട്, എല്ലാ മിക്ക ഹോസ്പിറ്റലിലും ഇടാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കണം, അതൊക്കെ പരിഗണിക്കണം അല്ലെ. പേഷ്യന്റിനെ പരിഗണിക്കണ്ടേ, പേഷ്യൻസിന്, നമ്മൾ കിടക്കുന്ന പേഷ്യൻസിനെ പരിഗണിക്കണം. അവർക്ക് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർക്കും സംതൃപ്തി ആകാൻ വേണ്ടിയിട്ട് എല്ലാ തരം കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കണം അല്ലെ. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയല്ലോ, ഓർമ്മയുണ്ടോ? ആ ഫ്ലോ ചാർട്ട് ഓർമ്മയുണ്ടല്ലോ അവർക്കും? നമ്മള് മരുന്ന് വാങ്ങിച്ചു, ഡോക്ടറെ കാണാൻ വന്നു, മരുന്ന് വാങ്ങിച്ചു തിരികെ വീട്ടിൽ പോണു, ഓർമ്മയുണ്ടോ ഫ്ലോ ചാർട്ട്? കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, പഠിച്ചില്ലേ? നമ്മൾ അന്ന് തന്നെ എല്ലാവരും പഠിച്ചില്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ. നോക്കാം. എൻക്വയറി വന്നു, രജിസ്ട്രേഷൻ എടുത്തു, വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു, കൺസൾട്ടേഷൻ റൂമിൽ പോയി, പിന്നെന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തു, ഫാർമസി പോയി, മരുന്ന് വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. സെയിം ഈ ഒരു നെക്സ്റ്റ് ഒരു ഇതിലും വരുന്നത് കേട്ടോ. നോക്കാം. OPD പ്രോസസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. OPD പ്രോസസ് നോക്കാം. ഫസ്റ്റ് അറൈവിംഗ് അറ്റ് OPD വന്നു അല്ലെ, OPD എത്തുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? റിസപ്ഷനിലേക്ക് വന്നു, അവിടെ ചെന്നു, രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ എടുത്തു. ടോക്കൺ നമ്പർ ഒക്കെ എടുത്തു നമ്മൾ എന്ത് ചെയ്തു? വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു. ദെൻ ഇൻവെസ്റ്റിഗേഷൻസ്, മറ്റു അന്വേഷണങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അന്വേഷണങ്ങളൊക്കെ. ദെൻ കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടറിനെ കണ്ടു. ഇവിടെ തന്നെ നമ്മൾ റെഫറൽ സ്പെഷ്യൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് ചിലപ്പോ റെഫറൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, മെഡിസിൻസും കാര്യങ്ങളൊക്കെ. അപ്പോ കൺസൾട്ടേഷൻ, ഡോക്ടറെ കണ്ടു, ഇഷ്യൂൻസ് ഓഫ് മെഡിക്കൽ ചീട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്യൂൻസ് ചെയ്തു ഡോക്ടർ. ദെൻ അറൈവിംഗ് അറ്റ് ഫാർമസി, ഇവിടെ ഇഷ്യൂൻസ് ഓഫ് മെഡിക്കൽ ചീറ്റ് മീൻസ് മെഡിക്കൽ ചീറ്റുകൾ നൽകിയത്. അതായത് ഇപ്പോ ഏതൊരു ഫാർമസിയിലോട്ട് നമ്മളിപ്പോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അല്ലേ. അപ്പോ ഈ ഡോക്ടർ മെഡിസിൻസിന്റെ മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ ഇപ്പൊ കൂടുതലും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറൈസ്ഡ്, പുതിയ ടെക്നോളജി ഒക്കെ വന്നപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആയി. നമ്മള് ആദ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോ, ആദ്യം മീൻസ് കുറച്ച് നാൾക്ക് മുമ്പ് അല്ലെ, ഒരു 5 years 6 years ആകാം അല്ലെ, അതിക്ക് മുന്നേ വരെയൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ പോകുമ്പോ? നമുക്കറിയാം നമ്മളുടെ ഒരു പേഷ്യന്റിന് ഓരോരുത്തർക്കും ഓരോ ചീട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ ഈ ചീട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടേ ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങിക്കാൻ ഒരു നേഴ്സ് ഈ ചീട്ട് കൊണ്ട് ഫാർമസിയിലേക്ക് വരും. അങ്ങനെയാണോ? റെസ്പോണ്ട് ഒന്നും ഇല്ല എല്ലാരും. നിങ്ങൾ ആരും ഹോസ്പിറ്റലിൽ പോയി മരുന്നൊന്നും വാങ്ങിച്ചിട്ടില്ല അല്ലേ? അങ്ങനെ ആയിരുന്നോ പണ്ട്? ആദ്യമൊക്കെ എങ്ങനെയായിരുന്നില്ലേ? ഈ ഫാർമസിയില് നേഴ്സ് ചീട്ട് കൊണ്ട് വരാറുണ്ട് ഫാർമസിയിലേക്ക്, എന്നിട്ടാണ് നമുക്ക് ആ മെഡിസിൻ ഒക്കെ തരുന്നത് അല്ലെ. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ അതുപോലെ തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? ഇപ്പോ അങ്ങനെയാണോ? അല്ല. ഇപ്പൊ എങ്ങനെയാണ് അപ്പൊ ഫോളോ ചെയ്യുന്നത്? നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി ചീട്ടായിട്ട് നേഴ്സ് ഫാർമസിയിലേക്ക് വരാറുണ്ടോ? ഇപ്പോ നോർമലി വരാറില്ല അല്ലെ. എങ്ങനെയാ വരുന്നത്? എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഡോക്ടറിന്റെ റൂമിലത്തെ കമ്പ്യൂട്ടറൈസ്ഡ്. സോ അത് ഡയറക്റ്റ് ഫാർമസിയിലോട്ട് നമ്മൾ ഇമെയിൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ ഇഷ്യൂവൻസ് ഓഫ് മെഡിക്കൽ ചീട്ട് ഇഷ്യൂവൻസ് ചെയ്തത് അല്ലെ. നമുക്കിപ്പോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് വഴിയാണ്. ഒട്ടുമിക്ക ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു ഒരു 80% അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ ഈ മെഡിക്കലിന്റെ ചീട്ട് എന്ത് ചെയ്യും? ഡോക്ടർ ഫാർമസിയിലേക്ക് അയച്ചിട്ടോ. ദെൻ അറൈവിംഗ് അറ്റ് ഫാർമസി, നമ്മൾ ഫാർമസിയിലേക്ക് ചെന്നു. ഫാർമസി പോയി, അവിടെയും ടോക്കൺ നമ്പർ ഒക്കെ ഉണ്ട് ഇപ്പോ അല്ലെ. മിക്ക ഫാർമസികളിലും വലിയ ഹോസ്പിറ്റലിലൊക്കെ ടോക്കൺ നമ്പർ എടുത്ത് നമ്മളുടെ ആ ടോക്കൺ നമ്പർ വിളിക്കുമ്പോഴാണ് നമ്മൾ പോയിട്ട് മരുന്നുകളും കാര്യങ്ങളും വാങ്ങിക്കുന്നത്. അപ്പൊ ടോക്കൺ നമ്പർ എടുത്തു, ഫാർമസിയുടെ മുന്നിലും നമ്മൾ ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തു. ദെൻ കളക്ഷൻ ഓഫ് മെഡിസിൻ വാങ്ങിച്ചു. ദെൻ ഡിപ്പാർച്ചർ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പുറത്തേക്ക് പോയി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചു, ആ ഒരു സെയിം പ്രൊസീജിയർ ഒക്കെ തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി നോക്കാം. നമ്മൾ OPD പ്രോസസ് ആണ് പറഞ്ഞത്. OPD ചെന്നു, ദെൻ റിസപ്ഷനിലേക്ക് പോയി, അവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്തു, ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ
മെഡിസിൻസിന്റെ ആ ഒരു ചീട്ട് അതിനോട് അയച്ചു കൊടുത്തു. ഇവിടെ ഇൻവെസ്റ്റിഗേഷനും റഫറൽ സ്പെഷ്യലും ഉദ്ദേശിക്കുന്നതേ മറ്റ് അന്വേഷണങ്ങളൊക്കെ, അതായത് എന്തെങ്കിലും അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു, അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തു. ദെൻ നമ്മൾ ഡോക്ടറെ കാണാൻ ചെന്നു. ദെൻ റഫറൽ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ മെഡിസിൻസ് ഒക്കെ എഴുതുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ എവിടെ വന്ന് വാങ്ങിക്കും? ഫാർമസിയിലേക്ക് വന്ന് വാങ്ങിച്ചു. ഫാർമസിയിൽ വന്നിട്ട് അവിടെയും നമ്മൾ ടോക്കൺ നമ്പർ എടുത്തു വെയിറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ടോക്കൺ വിളിച്ചു, നമ്മൾ നമ്പർ വിളിച്ചു, നമ്മൾ അവിടുന്ന് മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ട് ദെൻ നമ്മൾ ഡിപ്പാച്ചർ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. കൺസിഡറേഷൻ തുടങ്ങി. ഇഷ്യൂൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയച്ചു, നമ്മൾ ഇഷ്യൂ ചെയ്തു എന്നൊക്കെ പറയുകയെ, കൊടുത്തു എന്നൊക്കെ ഉള്ളൊരു മീനിങ് കേട്ടോ. കൺസിഡറേഷൻ നോക്കാം കേട്ടോ. ഈ പോയിന്റ് വായിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് വായിക്കാം കേട്ടോ. ഫ്ലോ ചാർട്ട് പഠിക്കാനൊന്നും ഇല്ല, നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ അത് തന്നെയാണ്. ഇവിടെ ഒരു ഇതും കൂടി എക്സ്ട്രാ വരുന്നുണ്ടെന്നുള്ളൂ. ഫാർമസിയിൽ പോയി, അവിടെ ടോക്കൺ എടുത്തു, വെയിറ്റ് ചെയ്തു, മരുന്ന് വാങ്ങിച്ചു, പോയി, അത്രയും വരുന്നുള്ളൂ കേട്ടോ. ഈ ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടാണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, വായിച്ചോളൂ കേട്ടോ. മാനേജീരിയൽ കൺസിഡറേഷനും നോക്കാം, ദെൻ OPD പ്രോസസ് നോക്കാം കേട്ടോ. വായിക്കുമ്പോ നിങ്ങൾ അപ്പൊ തന്നെ പഠിച്ചു പോകാം കേട്ടോ. മാക്സിമം പഠിച്ചോളാൻ ശ്രമിക്കാം. മീൻസ് ഊഷ്മളമായിട്ടുള്ള കേട്ടോ, ഊഷ്മളമായ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു സംസാരം. അയച്ചോളൂ കേട്ടോ. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കാര്യമില്ലേ. നമ്മൾ കഴിഞ്ഞൊരു ഫ്ലോ ചാർട്ട് പഠിച്ചില്ലേ? ആ ഒരു സെയിം പ്രൊസീജിയർ ഒക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസം വരുന്നത് ആ ഒരു കൺസെപ്റ്റ്, നമ്മള് എന്താണ് ഫാർമസിയിൽ പോയി, ഫാർമസിയിൽ ഒരു ടോക്കൺ നമ്പർ എടുത്തു, ദെൻ അവിടെയും വെയിറ്റ് ചെയ്തു, ദെൻ മെഡിസിൻ വാങ്ങിച്ചു പോയി, അല്ലെ? അത്രയും ഒരു വ്യത്യാസം വരുന്നുള്ളല്ലോ. പിന്നെ ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷനും റെഫറൽ സ്പെഷ്യലും വരുന്നുണ്ട്, അത്രയും വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. ഫ്ലോ ചാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവില്ല, കാരണം അത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് അല്ലേ. ചിലപ്പോ വല്ല ഓർഡർ തെറ്റിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് വായിക്കട്ടെ ഫ്ലോ ചാർട്ട്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഇതുപോലെ ഓർഡറൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഫസ്റ്റ് നമുക്കറിയാലോ, സ്റ്റാർട്ടിങ് അറൈവിങ്ങും ദെൻ ലാസ്റ്റ് വൺ ഡിപ്പാച്ചർ ആയിരുന്നു. ഓക്കെ, അറൈവിങ് വന്നു എന്നുള്ളത്. ഓക്കെ, ആ ഡിപ്പാച്ചർ മീൻസ് പുറത്ത് കിടക്കുക എന്നുള്ളത്, അതായത് പോയി എന്നുള്ളൊരു മീനിങ്. എക്സിറ്റ് ചെയ്തു എന്ന് അറിയില്ലേ, അതിനെ തന്നെയാണ് എക്സിറ്റ് എന്നുള്ള ആ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. പുറത്ത് പോയി എന്നുള്ള എക്സിറ്റ് ചെയ്തു എന്ന്. നമ്മൾ കഴിഞ്ഞ ഫ്ലോ ചാർട്ടിൽ എക്സിറ്റ് അല്ലേ കാണിച്ചത്? പുറത്തേക്ക് പോയി, നമ്മൾ വാങ്ങിച്ചു, നമ്മൾ തിരികെ പോയി, അവിടെ നിന്നും വേർപെട്ടു. കംപ്ലീറ്റ് ആയോ? വായിച്ചോ?
വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പമല്ലേ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. മാനേജ്മെന്റ് സ്ട്രക്ചർ. നെക്സ്റ്റ് നോക്കുന്നത് മാനേജ്മെന്റ് സ്ട്രക്ചർ. എങ്ങനെയാണ് ആ ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ വരുന്നത് നോക്കാം കേട്ടോ. 3 പോയിന്റ് ഉള്ളൂ. നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ഉള്ളതൊക്കെ അതുപോലെ തന്നെ ഒന്ന് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ചെറിയ പോയിന്റ് അല്ലേ, ഇത് നമുക്ക് എക്സ്ട്രാ നോട്ട്സിന്റെ ഒരു ആവശ്യമില്ല. അത്രയും സിമ്പിൾ, എത്രമാത്രം സിമ്പിൾ ആയിട്ട് തരാൻ പറ്റുമോ മാക്സിമം സിമ്പിൾ ആയിട്ടാണ് നമുക്ക് പോയിന്റ്സുകൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ പോയിന്റ്സുകൾ തന്നെ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ദെൻ മാനേജ്മെന്റ് ഘടനകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക് അല്ലെ. നോക്കാം. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അതായത് രോഗിയുടെ ഒഴുക്ക് എന്താ പറയാ, ഒരു ഷുഡ് ബി സ്മൂത്ത് ആയിട്ട്, ഒരു സുഗമമായിട്ടും വേഗമേറിയതുമായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഒഴുക്കായിരിക്കണം. മീൻസ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള രോഗികളുടെ വരവൊക്കെ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ് അല്ലെ. ഏറ്റവും ഇതായിട്ട് വേണ്ടത് എന്താണ്? സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. സ്റ്റാഫുകളുടെ അഭാവം രോഗികളുടെ ഇതിനെ അത് ബാധിക്കും അല്ലെ. അത്യാവശ്യത്തിന് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വേണ്ടത്ര സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ വേണം. എങ്കിലും മാത്രമേ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മളെ ട്രീറ്റ് എടുക്കാനൊക്കെ പോയി നിൽക്കില്ലേ, നമ്മള് എൻക്വയറിയിൽ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരാളുണ്ടാവുള്ളൂ, ചിലപ്പോ ഒരു സിസ്റ്റവും ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ എത്ര നേരം പേഷ്യന്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ അനുഭവം വന്നിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? അനുഭവം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റില് ചിലപ്പോ ഫാർമസി പോയി, ചിലപ്പോ ഒരാളായിരിക്കും ആ ഫാർമസിയിൽ സ്റ്റാഫ്. അപ്പൊ നമ്മൾ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. ചിലപ്പോ ആ പേഷ്യന്റിന് അതിനുള്ള മീൻസ് എന്താണ്, നമുക്ക് ചിലപ്പോൾ അതിനുള്ള ഒരു മാനസികാവസ്ഥ എന്നല്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലെ. അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുക, അത് അവിടുത്തെ സ്റ്റാഫിന്റെ അഭാവം മൂലമല്ലേ. ഇപ്പൊ അത്രയും കുറച്ച് ഒരു സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടോടെ വരുന്നില്ല അല്ലെ. അങ്ങനെ നിന്നിട്ടുണ്ടോ? ഒത്തിരി പേര് നിന്നിട്ടുണ്ടെന്ന് കമന്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണമെന്നുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. പേഷ്യന്റിന് അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഓരോ ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാഫുകളുടെ എണ്ണങ്ങൾ കൂട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് അങ്ങനെ അഭാവം വരാൻ പാടില്ല. അഭാവം വന്നാൽ അത് പേഷ്യൻസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒത്തിരി പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ട്. അത് സ്റ്റാഫിന്റെ അഭാവം മൂലമാണ്. ഈ ഒരാൾ തന്നെ ഇത്രയും ആളുകൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പൊ ഫാർമസിയിലാണെങ്കിലും നമ്മൾ ടോക്കൺ എടുക്കുന്ന ആ ഒരു എവിടെയാണെങ്കിലും നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം. പക്ഷെ അവിടെ ഒരു 3-4 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഓൾറെഡി കമ്പ്യൂട്ടർ സിസ്റ്റവും അല്ലെങ്കിൽ 3-4 സ്റ്റാഫ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ. ഓക്കെ. ദെൻ പാർക്കിംഗ് ഇല്ലേ, പാർക്ക് ചെയ്യാനുള്ള വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് സ്ട്രക്ചർ, മാനേജ്മെന്റിന്റെ ഘടനയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് മാനേജ്മെന്റ് ഘടനയിൽ വരിക. ഒന്നുകൂടി നോക്കാം. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക് അല്ലെ. അതായത് സുഗമമായിട്ടും ആ ഒരു പേഷ്യന്റിന്റെ ഒഴുക്കെന്ന് പറഞ്ഞാൽ സുഗമമായിട്ടും പെട്ടെന്ന് വേഗതമേറിയതും ആയിരിക്കുക. ദെൻ പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. അത്യാവശ്യം വേണ്ടുന്ന സ്റ്റാഫുകൾ വേണം. ദെൻ പാർക്കിംഗ്. എങ്ങനെയൊക്കെയാണ് പാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവൈലബിൾ ആയിരിക്കേണ്ട ഒന്നാണ്. ഓക്കെ, ഇത് 3 വരുന്നത്. എക്സാക്ട് ആ പോയിന്റ്സ് തന്നെ പഠിക്കാം കേട്ടോ. അതിൽ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ആ പോയിന്റ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എക്സാമിന് വേറെ നമ്മൾക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും വരുന്നില്ലല്ലോ. ഇനി അടുത്തത് നോക്കാം. ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD. എന്താണ് ഓർഗനൈസേഷണൽ മീൻസ്? ഓർഗനൈസേഷണൽ കേട്ടിട്ടില്ല നമ്മൾ. ഓർഗനൈസേഷൻ ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്താ ഓർഗനൈസേഷൻ മീൻസ്? ഓർഗനൈസേഷൻ കമ്പോണൻസ് എന്താണ്? ഓർഗനൈസേഷൻ മീൻസ് സംഘടന അല്ലെ. അതായത് സംഘടനാപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് OPD കേട്ടോ. നോക്കാം. ഘടകങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. സംഘടനാപരമായിട്ടുള്ള ഫാക്ടേഴ്സ് കേട്ടോ. നോക്കാം. മെഡിക്കൽ സ്റ്റാഫ് അല്ലെ, സെൻട്രൽ ടു ഓർഗനൈസേഷൻ മീൻസ് മെഡിക്കൽ സ്റ്റാഫ്. അതായത് അവിടെയുള്ള എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സെൻട്രൽ ടു ഓർഗനൈസേഷൻ മീൻസ് മെഡിക്കൽ, അതായത് സ്റ്റാഫുകൾ, മെഡിക്കൽ പരമായിട്ടുള്ള സ്റ്റാഫുകൾ, അത് കേന്ദ്രീകൃതമായിട്ടുള്ള എല്ലാ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന സ്റ്റാഫുകളാണ് ഉൾപ്പെടുന്നത്. നഴ്സിംഗ് സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫുകളിൽ ഉൾപ്പെടുന്നത് നഴ്സസ് ആൻഡ് ANM. ANM കേട്ടിട്ടുണ്ടോ നിങ്ങള്? ANM കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ANM ആണെന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേട്ടിട്ടുണ്ട്.
ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മീനിങ് പറയുകയാണെങ്കിൽ കേട്ടോ, ANM ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, അറിയാത്തവരാണെങ്കിൽ. ഓക്സിലറി മീൻസ് ഞാൻ പറഞ്ഞു സഹായകമായിട്ടുള്ള ഒരു മീനിങ്. ഓക്സിലറി ANM ഒന്ന് എഴുതി എടുത്തോളൂ, നിങ്ങൾ സൈഡിലൊന്ന് എഴുതി എടുത്തോളൂ കേട്ടോ, അറിയാവുന്നവരാണെങ്കിൽ വേണ്ട. ഇനി അത്യാവശ്യം അറിയാത്തവരാണെങ്കിൽ ഒന്ന് സൈഡിൽ എഴുതി എടുത്തോളൂ. ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ് കേട്ടോ, ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ്. അതായത് ഈ ANM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ആണ് ANM അല്ലെ. അപ്പൊ ഒരു ഡിപ്ലോമ കോഴ്സ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്റ്റഡി ഓഫ് വേരിയസ് ഹെൽത്ത് കെയർ സർവീസിനെയാണ് ഈ ANM. അതായത് PSC നഴ്സിംഗോ അങ്ങനെയല്ല അല്ലെ, മിഡ് നേഴ്സ് അല്ല, ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ് കേട്ടോ. മിഡ് വൈഫ് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, എഴുതിക്കോളൂ കേട്ടോ, കമന്റ് ഇട്ടിട്ടുണ്ട്. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിക്കോളൂ. ANM ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ്. ഓക്കെ, അങ്ങനത്തെ കമന്റ് ഒക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട് കേട്ടോ. അറിയാത്തവരാണെങ്കിൽ സ്പെല്ലിംഗ് കമന്റ്സിൽ നോക്കി എഴുതാം. നോക്കാം, സബ്സർവിയന്റ് സ്റ്റാഫ്. എന്താണ് സബ്സർവിയന്റ് മീൻസ്? സബ്സർവിയന്റ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? സബ്സർവിയന്റ് എന്താ മീനിങ്? അധീനമായിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു ഇതിൽ മാത്രം മീൻസ് അതിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന എന്നൊക്കെ നമ്മൾ പറയില്ലേ, അധീനമായിട്ടുള്ള കേട്ടോ. അതായത് സബ്സർവന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നില് അതിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. നോക്കാം കേട്ടോ, അത് ഏതൊക്കെയാണ് അങ്ങനെ വരുന്ന സ്റ്റാഫുകൾ. അതാണ് റേഡിയോളജി, ലബോറട്ടറി, ദെൻ ECG. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ളവര് അതിൽ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും നിൽക്കുന്നത്. അതുപോലെ ലാബിൽ നിൽക്കുന്ന ആൾക്കാർ ലാബ് കേന്ദ്രീകരിച്ച് അവരുടെ ഡ്യൂട്ടി അവിടെയാണ് അല്ലെ. അവർ വേറെ സെക്ഷനിലോട്ടോ അല്ലെങ്കിൽ വേറെ മറ്റു ഡിപ്പാർട്ട്മെന്റിലോട്ടോ ഒന്നും വരില്ല. അതുപോലെ ECGയിൽ നിൽക്കുന്നവര് അതൊക്കെ, അതുപോലെ തന്നെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ അവര് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാറുണ്ടോ? അവരുടെ വർക്ക് എവിടെയാണ്? അവിടെയാണ്. ഇപ്പൊ റേഡിയോളജി ആണെങ്കിൽ അവര് മെയിൻ ആയിട്ട് അതുമായിട്ട് പഠിച്ചിട്ടുള്ള സ്റ്റാഫുകളാണ് അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കോഴ്സസുകൾ പഠിച്ച അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും റേഡിയോളജിയിൽ വരുന്നത്. അതുപോലെ ലബോറട്ടറിയില് ലാബ് പഠിക്കാത്ത, ലാബിന്റെ മീൻസ് ഫാർമസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഫാം അങ്ങനെയുള്ള ലാബ് ടെസ്റ്റുകൾ പഠിക്കാത്ത, അങ്ങനെയുള്ള ലാബിന്റെ കോഴ്സുകൾ പഠിക്കാത്ത ഒരു വ്യക്തി ആയിരിക്കും ലാബിൽ പോയി നിൽക്കുന്നത്. ആണോ? അങ്ങനെയാണോ? അതുമായിട്ട് പഠിച്ച വ്യക്തികളായിരിക്കില്ലേ, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത് അതിന്റെ ഒരു കോഴ്സും എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളായിരിക്കുമല്ലോ ഓരോ സെക്ഷനിൽ നിൽക്കുന്നത്. അതിനാണ് ഈ അധീനമായിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് റേഡിയോളജിയിൽ റേഡിയോളജി പഠിച്ച ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവർ ആ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും കൂടുതലും അല്ലെ. വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ എന്താ പറയാ, നമ്മള് ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആ ലാബിൽ നിൽക്കുന്ന ആൾക്ക് പോയിട്ട് ഫാർമസി പോയി നിന്ന് മരുന്ന് എടുത്തു കൊടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് മെഡിസിൻ എടുത്തു കൊടുക്കാനൊന്നും സാധിക്കില്ല. അവര് പഠിച്ചിട്ടുള്ളത് ലാബ് ടെസ്റ്റിന്റെ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവര് അതിലധീനമായിട്ടാണ് നിൽക്കുന്നത്. സോ സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോളജി, ലബോറട്ടറി, ECG. ഓക്കെ, ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അതായത് ഈ റെക്കോർഡുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, ഡോക്യുമെന്റ്സ് ഒക്കെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള ക്ലറിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്നവരാണ് ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം കേട്ടോ. മാനേജ്മെന്റ് സ്ട്രക്ചറിൽ മെയിൻ ആയിട്ട് 3 എണ്ണമാണ് വരുന്നത്. ഒന്ന് നമുക്ക് നോക്കാം. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അതായത് പേഷ്യന്റിന്റെ ഒഴുക്ക് സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ടും പെട്ടെന്നിലും സ്പീഡിലും ആകണം. പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്. പ്രൊവിഷൻ ഉണ്ടല്ലോ. പാർക്കിംഗ് ഏരിയ ആവശ്യമാണ്. ദെൻ ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് IPD. ഈ ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഒരു OPDയിൽ എങ്ങനെയൊക്കെയാണത്? അതിൽ നമ്മൾ പറഞ്ഞു മെഡിക്കൽ സ്റ്റാഫ് വേണം, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ്, ദെൻ ക്ലറിക്കൽ സ്റ്റാഫ്. ഈ 4 സ്റ്റാഫാണ് ഓർഗനൈസേഷണൽ കോമ്പോണൻസിൽ മെയിൻ ആയിട്ട് വരുന്നത്. മെഡിക്കൽ സ്റ്റാഫ് മീൻസ് സെൻട്രൽ ടു ഓർഗനൈസേഷൻ, അതായത് സെൻട്രൽ മീൻസ് കേന്ദ്രീകൃതത്തിൽ നിന്നും ഒരു സംഘടനാപരമായിട്ടുള്ള എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും അതിൽ ഉൾപ്പെടുന്നു. ദെൻ നഴ്സിംഗ് സ്റ്റാഫുകൾ, നഴ്സസും ANM മീൻസ് എന്താണ്? ഓക്സിലറി നേഴ്സ്, മിഡ് വൈഫ്. ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ് കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതാണ് അവർ പഠിച്ച് വെക്കുന്നത് ANM കേട്ടോ. ഓക്സിലറി
നഴ്സ് ആൻഡ് മിഡ്വൈഫ്. ഒരു ഡിപ്ലോമ കോഴ്സ് ആണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു വേരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസിനാണ്. ഓക്സിലറി ഒരു സഹായകമായിട്ടുള്ള ഒരു ഇത്. ദെൻ സബ്സർവേയൻസ് സ്റ്റാഫ് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും അധീനമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അവര് അധീനമായിട്ടുള്ളത്. ഇപ്പൊ റേഡിയോളജി, ലബോറട്ടറി, ക്ലറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്റ്റാഫുകൾ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. പ്രോബ്ലംസ് അറ്റ് OPD. ഇനി OPD-യിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് പ്രോബ്ലംസിന് അവര് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ്, ദെൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് നോക്കാം, ജനറൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് നമുക്ക് ജനറൽ പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്യാം അല്ലെ. നമുക്ക് നെക്സ്റ്റ് ഡേ സ്പെസിഫിക് പ്രോബ്ലംസ് നോക്കാം. അധികം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറിംഗ് ആയിട്ട് തോന്നില്ലേ? ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോ? രണ്ടാമത്തെ ക്ലാസ് തുടങ്ങിയപ്പോ ബോറിംഗ് ആയിട്ട് തോന്നിയോ? കുഴപ്പമില്ല. ഓക്കെ, ദെൻ ജനറൽ പ്രോബ്ലംസ് കേട്ടോ. എന്തൊക്കെയാണ് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ, OPD-യിൽ വരുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ അഭാവം അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ എണ്ണത്തിൽ കുറവ് നോക്കാം. It is found that there are a large number of patients waiting in front of the doctor's room. This is mainly due to insufficient number of doctors to service as compared to the number of patients who arrive the clinic. അല്ലെ, അതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡോക്ടർമാരുടെ എണ്ണം കുറവെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അല്ലെ, ഇവിടെ പറയുന്നത് നോക്കിയേ, നമുക്കറിയാം ഒരു പേഷ്യന്റ് ഈ ഡോക്ടറിന്റെ റൂമിന്റെ മുമ്പിലെ എത്രയോളം നമ്പർ ഓഫ് പേഷ്യൻസ് വെയിറ്റിംഗിലാണ് അല്ലെ. അതായത് ചിലപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മൾ ചിലപ്പോൾ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ അഭാവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ഒരു ഡോക്ടറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കണ്ട രോഗികളും മൊത്തം ഈ ഒരു പേഷ്യന്റ് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. നിന്ന് കുറെ പേഷ്യൻസ് ഒക്കെ തിരിച്ചു പോകും വീട്ടിലേക്ക്. ചിലപ്പോൾ നിൽക്കാനുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ലല്ലോ അവര് വന്നിരിക്കുന്നത്. സോ അങ്ങനെ നിന്ന് പേഷ്യൻസിന് തന്നെ ഒരു ബുദ്ധിമുട്ടാണത് അല്ലെ. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഡോക്ടേഴ്സിന്റെ അഭാവം ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടേഴ്സിന്റെ അഭാവം ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാകും അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാ ഫെസിലിറ്റികളും അവൈലബിൾ ആകണമെന്നില്ലല്ലോ അല്ലെ. അപ്പൊ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രോബ്ലം ആണ് അത് അല്ലെ. ഡോക്ടേഴ്സിന്റെ റൂമിൽ അത്രയും നേരം വെയിറ്റ് ചെയ്ത് കുറെ പേരൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്ത് പോകും. ഇത്ര നേരം ഇരുന്നു അല്ലെ. ചിലപ്പോ രാവിലെ തുടങ്ങി ഉച്ച വരെ ടൈമിൽ നിന്നിട്ടും ഡോക്ടറെ കാണാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ അവരെന്ത് ചെയ്യും, തിരികെ വീട്ടിൽ പോയിട്ട് പിന്നെ നെക്സ്റ്റ് ഈവനിങ്ങോ വല്ലതും വരാനൊക്കെ വിചാരിക്കും അല്ലെ. അപ്പോ ദിസ് മെയിൻലി ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് സെർവ് ആസ് എ കമ്പയർ ടു ദി നമ്പർ ഓഫ് പേഷ്യന്റിനെ വെച്ച് കമ്പയർ നോക്കുമ്പോഴേ ഇത്ര പേഷ്യന്റിന് ഇത്ര ഒരു ഡോക്ടർ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഡോക്ടേഴ്സിനെ വെക്കാൻ. അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആ ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സിന്റെ എണ്ണത്തിലെ കുറവ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇനി രണ്ടാമത്തെ നോക്കാം കേട്ടോ. ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യക്ഷമമല്ലാത്ത രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം കേട്ടോ. Appointment patient has no priority over non-appointment patients. Appointment patient has no priority over non-appointment patient. അല്ലെ, ചിലപ്പോ this creates conditions in the clinic during beginning of the day. ഇപ്പോ നമ്മൾ പറയും ഈ പറഞ്ഞ പോലെ അനുചിതമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് വെച്ചാൽ അപ്രോപ്രിയേറ്റഡ് അല്ലാത്തതായിട്ടുള്ള ഒരു സിസ്റ്റം. മീൻസ് അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ പ്രയോറിറ്റി ഓവർ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് അല്ലെ. അതായത് നമുക്കറിയാം അപ്പോയിന്റ്മെന്റ് പേഷ്യന്റിന്
അപ്പോയിന്റ്മെന്റ് പേഷ്യന്റിനേക്കാൾ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യന്റിനേക്കാൾ മുൻഗണന ഇല്ലാന്ന്. അതായത് ഇപ്പോ ചിലപ്പോ നേരത്തെ തന്നെ ഓൾറെഡി മുൻകൂട്ടിയൊക്കെ വിളിച്ചു പറയുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് മുൻകൂട്ടി നമ്പറൊക്കെ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. നമ്മൾ അവിടെ പോയിട്ട് ചീട്ട് എടുത്ത് മീൻസ് നമ്പറൊക്കെ നിൽക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു എന്താ പറയാ, ഒരു അപ്പോയിന്റ്മെന്റിൽ ആ സിസ്റ്റത്തിൽ ഒരു അപാകതയല്ലേ. അല്ലെങ്കിൽ കറക്റ്റ് അവിടെ വന്നിട്ട് നമ്പർ എടുക്കുക, അതുപോലെയുള്ളൊരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ അത് ഒരു ഡേയുടെ ബിഗിനിങ്ങിൽ തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ചിലവര് പറയും ഞങ്ങൾ നേരത്തെ വന്നിരിക്കുകയാണ്, ചിലപ്പോ ചിലപ്പോ ആള് വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോ ഓൾറെഡി ചിലപ്പോ നേരത്തെ മുൻകൂട്ടി വന്ന് വിളിച്ച് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ടൈമിൽ ആൾ എത്തിക്കാണില്ല. അപ്പൊ അതിക്ക് മുന്നേ നേരത്തെ വന്നിരിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ, ഇല്ലേ? നമുക്ക് അങ്ങനെയൊക്കെ ചില സമയത്ത് അങ്ങനെയൊക്കെ വരാറില്ലേ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ ആളുകൾ തമ്മിൽ പേഷ്യൻസുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ? അങ്ങനെ കൂടുതലും എനിക്ക് തോന്നുന്നു അല്ലെ, നമ്മളിപ്പോ ഞങ്ങൾ നേരത്തെ വന്നതാണ്, ഇത്ര നേരത്തെ വന്നു, നിങ്ങൾ ഇപ്പൊ വന്നതല്ലേ, അപ്പൊ പെട്ടെന്ന് ഇപ്പൊ കയറി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടേ കോമൺ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ. അതാണ് ഈ അപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്നത്. നമ്മൾ കാണുന്ന കാര്യം നിങ്ങൾ കോമൺ ആയിട്ടൊന്ന് ആലോചിക്കുക കേട്ടോ. അതിനകത്താണ് അപ്പോയിന്റ്മെന്റിൽ പ്രശ്നം വരുന്നത് കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. മെഡിസിൻ റൂമിൽ കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നോക്കാം, ആഫ്റ്റർ പേഷ്യന്റ് റിസീവ് ദ പ്രിസ്ക്രിപ്ഷൻ ഫ്രം ദ ക്ലിനിക് കൗണ്ടർ, പേഷ്യന്റ് ആർ ഡയറക്റ്റഡ് ടു മെഡിസിൻ റൂം ടു റെമിറ്റ് ദ ഫീ ആൻഡ് റിസീവ് ദ മെഡിസിൻസ്. റെമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? റെമിറ്റ് ചെയ്യുക, ഫീസ് അടക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. റെമിറ്റ് ചെയ്യുക മീൻസ് ഫീസ് അടക്കുക എന്നുള്ളൊരു മീനിങ്. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂമിൽ കൂടുതലായിട്ട് വെയിറ്റിംഗ് വരുന്നത്. അതായത് ഇപ്പോ എന്താണ്, ക്ലിനിക്കും നമുക്ക് ഡോക്ടറെയൊക്കെ കണ്ടു, പ്രിസ്ക്രിപ്ഷൻ ഒക്കെ തന്നു, ദെൻ നമുക്ക് അതിനുശേഷം നമ്മൾ ഫീസ് അടച്ച് മരുന്നുകൾ സ്വീകരിക്കുന്നതിന് മെഡിസിൻ റൂമിൽ പോയിട്ട് കുറെ നേരം ഫാർമസിയിൽ ഇതുപോലെ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു അവസ്ഥ. അതും വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ സ്റ്റാഫിന്റെ കുറവ് മൂലം ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ അതിനൊക്കെ ഉള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ വെയിറ്റിംഗ് ടൈം അധികം ഒന്നും വരില്ല അല്ലെ. ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. എന്താ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? സൗകര്യങ്ങളുടെ അഭാവം. എന്തെങ്കിലും സൗകര്യങ്ങളുണ്ട്, ചിലപ്പോൾ ഇരിക്കാനായിട്ടുള്ള ചെയറുകൾ കുറവായിരിക്കും, അപ്പൊ കുറെ പേഷ്യൻസ് ചിലപ്പോൾ നിൽക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചിലപ്പോ ഒരു എന്തെങ്കിലും ഒരു കുടിവെള്ളം വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും അല്ലെ. ചിലപ്പോൾ അതിനൊരു ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല ചില ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെയുള്ള അസൗകര്യങ്ങളൊക്കെ ഒത്തിരി. Then insufficient training of medical personnel concerning ambulatory care. Insufficient training. Insufficient എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംബുലേറ്ററി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ ഉദ്യോഗസ്ഥരുടെ ഒരു മതിയായിട്ടുള്ള ഒരു ട്രെയിനിങ് ഇല്ലാത്തൊരവസ്ഥ. ഈ ആംബുലേറ്ററി കെയർ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞിപ്പോ ഒരു ആംബുലേറ്ററി കെയർ ഉദ്ദേശിക്കുന്നത് നമ്മള് ഇപ്പൊ ഒരു പേഷ്യന്റിന് നമ്മള് ആള് തന്നെ സ്വയം ഇപ്പൊ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ ഒരു പേഷ്യന്റിനെ നമ്മൾ സ്വയം നടക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ. അതായത് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് മീൻസ് ചികിത്സയ്ക്ക് ശേഷവും ആള് ഇത് നടത്തിക്കുകയൊക്കെ ചെയ്യും ഇല്ലേ. ഇപ്പൊ ഏതെങ്കിലും സർജറി ഒക്കെ കഴിയുമ്പോൾ സ്വന്തം നമ്മൾ തന്നെ സ്വയമൊക്കെ നടത്തിക്കുകയും അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളതിനൊക്കെയാണ് കുറച്ച് കെയർ കൊടുക്കുന്നതിനൊക്കെയാണ് ഈ ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത്. സോ അങ്ങനെ ആംബുലേറ്ററി കെയറിലും കുറച്ചുകൂടി ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ചില ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് അങ്ങനെ കൂടുതൽ കെയർ ഒക്കെ നൽകാറുണ്ട്. പക്ഷെ ചിലയിടത്തൊക്കെ അതിന് എന്തെങ്കിലും അഭാവങ്ങളൊക്കെ ഉണ്ടാവാം. സോ അതും ഒരു പ്രശ്നമാണ് അല്ലെ, ഒ പിയിൽ ഒരു പ്രശ്നമാണെന്ന് പറയാം. നെക്സ്റ്റ് നോക്കാം, ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, poor communication and inadequate understanding of their demands. Fragmentation means in the fragmentation fragmentation വിഘടനം അല്ലെങ്കിൽ വിഘടിച്ചു പോവുക, വേർതിരിഞ്ഞു പോവുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ നോക്കാം, പരിചരണത്തിന്റെ ഒരു വിഘടനം, അതായത് പ്രോപ്പർ ആയിട്ടൊന്നും കിട്ടാതെ നല്ല രീതിയിലുള്ള ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനെ നമ്മൾ നോക്കി, അപ്പൊ ആളെ പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് അത് പോയി ഒരു കാര്യം പറഞ്ഞു ആള് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയി അങ്ങനെയല്ല, കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതൊന്നും വിഘടിച്ച് പോകാത്ത രീതിയിൽ. ഓക്കെ, അപ്പൊ ഈ വിഘടനത്തിന്റെ അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, പുവർ കമ്മ്യൂണിക്കേഷൻ മീൻസ് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എപ്പോഴും സ്റ്റാഫും പേഷ്യൻസിനും ഇടയിൽ അല്ലെ. അപ്പോ മോശമായിട്ടുള്ളൊരു മീൻസ് നല്ല രീതിയിലല്ലാത്തൊരു സംസാരം അല്ലെ, അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്തൊരു സംസാരം. പിന്നെ അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് എന്താണ് ഒരു ധാരണ
സ്റ്റാഫിന് വേണം. എന്താണോ അവരുടെ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു ധാരണ വേണം. ഇവിടെ ധാരണ ഇല്ല. ഇന്നാഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. അതായത് പേഷ്യൻസിനോട് അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്ന്, അവരുടെ ഡിമാൻഡ്സ് എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ അതൊരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ അത് എന്താണെന്ന് ചോദിച്ച് അറിയണം പേഷ്യൻസിനോട്. Then seventh point, an organizational structure geared to traditional preference and needs to providers. അതായത് ഇപ്പൊ ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു മുൻഗണനകൾക്കും ആവശ്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഘടന കൊടുക്കാൻ. അതായത് കൂടുതലും എന്താണ് അവർക്ക് എന്താണോ അവരുടെ ആവശ്യം, പേഷ്യന്റിന്റെ ആവശ്യം എന്താണോ അതിനെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം അവരോട് ഒരു പ്രയോറിറ്റി കൊടുത്ത് പെരുമാറാൻ. ഓക്കെ, അതാണ് 7ാമത്തെ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ 8th പോയിന്റ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതായത് എന്താണ് മാറ്റത്തിനുള്ള ഒരു പ്രതിരോധം. അതായത് ഓരോ മാറ്റത്തിനും ഒരു എന്താ പറയാ ചേഞ്ച് കൊണ്ടുവരിക. മീൻസ് ഇങ്ങനെ എപ്പോഴും ഓരോ കാര്യങ്ങളും അത് ചേഞ്ച് വരുത്തുക എന്നൊക്കെ പറയില്ലേ, അതാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, പ്രതിരോധം, മാറ്റത്തിനുള്ളൊരു പ്രതിരോധം. ഓക്കെ, അപ്പൊ ജനറൽ പ്രോബ്ലംസ് എന്നുള്ളത് ഇത്രയാണ് മെയിൻ ആയിട്ട് നോക്കാം. നമ്പേഴ്സ്, ഡോക്ടേഴ്സിന്റെ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഓഫ് ഡോക്ടർ, ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, നമ്മൾ പറഞ്ഞു കാത്തിരിക്കുന്നതൊക്കെ ടൈം അല്ലെ. ദെൻ ലോങ് വെയിറ്റിംഗ് ടൈം, മെഡിസിൻ വാങ്ങിക്കാനായിട്ട് ആ റൂമിൽ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ. ദെൻ നമുക്ക് ഷോർട്ടേജ് ഫെസിലിറ്റീസ് അല്ലെ, സൗകര്യങ്ങളുടെ അഭാവങ്ങള്. ദെൻ നമ്മൾ പറഞ്ഞു ആംബുലേറ്ററി കെയറിൽ ശരിയായിട്ടുള്ള ഒരു പരിചരണം ഇല്ലാത്തത്. ദെൻ ഫ്രാഗ്മെന്റ് കെയർ, പുവർ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ. ദെൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ പേഷ്യന്റിന് നൽകുക. ദെൻ പ്രതിരോധങ്ങളുടെ ഒരു ചേഞ്ചസ്. ഓക്കെ, ഇത്രയുമാണ് ജനറൽ പ്രോബ്ലംസിൽ വരുന്നത്. നമുക്ക് ഇനി സ്പെസിഫിക് പ്രോബ്ലം വരുന്നുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാം കൂടി വേണ്ട, നമുക്ക് ജനറൽ പ്രോബ്ലംസ് വരെ മതി. ഇത്രയും ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ല, വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. 7th പറയുന്നതേ അവർക്ക് ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ളൊരു പ്രിഫറൻസ് കൊടുക്കാൻ, അതായത് അവരുടെ നീഡിന്, അതായത് മീൻസ് പേഷ്യൻസിനോട് കുറച്ചുകൂടി നമ്മൾ എന്താ അവരുടെ ആവശ്യങ്ങള്, അവരുടെ നീഡ്സ് എന്താണ് അതിനനുസരിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന്. ഓക്കെ, അതായത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ നമ്മളുടെ ഭാഗം മാത്രം നോക്കാതെ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അത് ചോദിച്ചറിഞ്ഞുകൊണ്ട് അവർക്കത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്ലാസ് കഴിയാറായി അല്ലെ, ടൈം ആയി. അപ്പൊ ഇത്രയും ചെറിയൊരു കുഞ്ഞു പോർഷൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാ, പഠിക്കാം. വലിയ ബുദ്ധിമുട്ട് ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ. വായിച്ചെടുക്കാൻ പറ്റുന്നില്ലേ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല. ആണോ? ക്ലിയർ ആയോ? എടുത്തതെല്ലാം മനസ്സിലായില്ല എല്ലാവർക്കും? റെസ്പോൺസ് ഒന്നും ഇല്ലാതെ എല്ലാവരും ക്ലാസ് കഴിഞ്ഞു പോയോ? ഓക്കെ, ക്ലിയർ ആണ് മാം. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ ക്ലാസ്? ഓക്കെ, ചെറിയ തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അത്യാവശ്യം എന്തെങ്കിലും വോയിസ് വലിയ പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, കേൾക്കുമ്പോ കുഴപ്പമില്ലല്ലോ? ക്ലിയർ ആവുന്നുണ്ട്, വോയിസ് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് ജനറൽ പ്രോബ്ലം വരെയാണ്. സോറി, ജനറൽ പ്രോബ്ലം ആണ് നോക്കിയത്. ഇനി സ്പെസിഫിക് ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു അധികം ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ടോ മാക്സിമം പെട്ടെന്ന് കഴിയും കേട്ടോ. കഴിയുന്നതിനും അനുസരിച്ച് എന്ത് ചെയ്യാ, പഠിച്ചു പോകണം കേട്ടോ. എല്ലാ ക്ലാസ്സും നല്ല രീതിയിലേക്ക് പോകുന്നുണ്ടോ എല്ലാവരുടെയും? എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Okay, thank you, ma'am. Thank you, Miss.